കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച് അട്ടിമറി ശ്രമം. നെടുമ്പായിക്കുളം പഴയ അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തെ ട്രാക്കിലാണ് പോസ്റ്റ് വെച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:20-നും 3:30-നും 2 തവണയാണ് ട്രാക്കിൽ പോസ്റ്റ് വെച്ച് അട്ടിമറി ശ്രമം നടത്തിയത്. കുണ്ടറയിലാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച് അട്ടിമറി ശ്രമം നടത്തിയത്. പ്രധാനമായിട്ടും ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിർണായകമായ ചില വിവരങ്ങൾ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും 2 ചെറുപ്പക്കാർ, അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അതായത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം വ്യക്തതയുള്ള ചിത്രങ്ങളാണ്, മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള, അത് ഒരുപക്ഷെ പുറത്ത് മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ പോലീസിന് പുറത്ത് വിട്ടാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തതയുള്ള ചിത്രങ്ങളാണ് 2 ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് ATMൻ്റെ CCTVയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടുകേൾവിയിൽ ഉള്ളതല്ല. ഒരു ട്രെയിൻ പാലരുവി എക്സ്പ്രസ്സിനെ ലക്ഷ്യമാക്കി പാലരുവി എക്സ്പ്രസ് അട്ടിമറിക്കുക, അതിൽ അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത്. എന്തായാലും ഇതിനകത്ത് ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ചു. കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് വലിയ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ട്രെയിൻ ഒരു തവണയല്ല 2 തവണയാണ് ഇത്തരത്തിൽ വെച്ചേക്കുന്നത്. അതാണ് കൂടുതൽ സംശയം കൂടുന്നത്. അതാണ് ഒരു തവണ മാറ്റിയതിന് ശേഷവും, അതായത് അപ്പം അത്ര പ്ലാൻഡ് എന്ന് മാത്രമല്ല കമ്മിറ്റഡ് ക്രിമിനൽസ് ആണ്. കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യണം, ഇത് നടപ്പിലാവണം, അപകടം ഉണ്ടാകണം എന്ന ഒരു സാധാരണ നിലപാടത്തില്ല. മാനസിക രോഗമുള്ളവർ വന്ന് ചെയ്തു, അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ്. ഇത് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണം എന്ന കൃത്യമായ ലക്ഷ്യത്തിൽ വന്ന ഒരു സംഘമാണ് എന്ന് തന്നെയാണ്. പോലീസ് ഒരു സംശയം ലഹരി സംഘമാണോ എന്നുള്ളത്, അതായത് ഈ പോസ്റ്റ് മുറിക്കുന്നതിന് വേണ്ടി ഇതിന് കുറുകെ കൊണ്ടിട്ടാന്നൊരു സംശയം അടക്കം പോലീസ് പറയുന്നുണ്ട്. ഈ മേഖല ഇത്തരത്തിൽ ലഹരിക്ക് അങ്ങനെയുള്ള ഒരു മേഖലയാണ്. പ്രാഥമികമായി അത്തരം ഒരു നിഗമനത്തിലേക്കൊന്നും എത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് വളരെ ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ എന്തായാലും സംശയിക്കുന്ന 2 പേരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണങ്ങൾ ഇതിൽ മറ്റാരെങ്കിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ 2 പേര് മാത്രമാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയിലേക്കും നെടുമ്പായിക്കുളത്തെ പഴയ അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തെ ട്രാക്കിലാണ് ടെലിഫോൺ പോസ്റ്റ് വെച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:20-ന് ട്രാക്ക് വഴി നടന്നുപോയ ആളുകളാണ് കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ ആനന്ദിനെ വിവരം അറിയിച്ചത്. ഇതിപ്പോ പോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നതാണോ? പോസ്റ്റ് ഈ മെയിൻ റോഡിന് അങ്ങേ ചെങ്കോട്ട റോഡിന് അങ്ങേ സൈഡിൽ ഇരുന്നതാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെയും കാനറ ബാങ്കിൻ്റെയും നേരെ ATMൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നതാണ് വർഷങ്ങളായിട്ട്. ഒരു വണ്ടി വരെ കൊണ്ടൊന്നും പൊക്കിക്കൊണ്ടിരാക്കത്തില്ല. അത്രയും വലിയ ഒരെണ്ണം മടങ്ങി ഇത് ഭയങ്കര ഒരെണ്ണം. നാട്ടുകാരെങ്കിലും ആവാൻ സാധ്യത അങ്ങനെ ഇല്ല. നാട്ടിൽ ഇപ്പം അങ്ങനെയുള്ള പിള്ളേരൊന്നും ഇല്ല. ഈ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിൽ? ആരും എല്ലാവരും ഇപ്പോഴല്ലേ അറിയുന്നത്. അട്ടിമറിയൊക്കെ സംശയിക്കുന്നുണ്ട് പോലീസ്. ഇയാൾ റെയിൽവേ സ്റ്റേഷനിലും തുടർന്ന് എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു. SIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി പോസ്റ്റ് മാറ്റി റെയിൽവേ പോലീസിൽ വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ RPF ഉദ്യോഗസ്ഥർ പുലർച്ചെ 3:30-ന് നടത്തിയ അന്വേഷണത്തിൽ ട്രാക്കിൽ വീണ്ടും പോസ്റ്റിന്റെ ഭാഗം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 2 തവണ ട്രാക്കിൽ പോസ്റ്റ് കണ്ടത് ദുരൂഹത ഉയർത്തി. 2ാം തവണ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെങ്കിൽ മിനിറ്റുകൾക്കകം കടന്നുപോകുന്ന തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് പോസ്റ്റിലിടിച്ച് വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു. 2 യുവാക്കൾ ചേർന്ന പോസ്റ്റ് മറിച്ചെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പഴയ ടെലിഫോൺ പോസ്റ്റിന്റെ കാസ്റ്റ് അയൺ വരുന്ന ഭാഗം എടുക്കുന്നതിനായി ട്രാക്കിൽ കൊണ്ടുവച്ചതാകാം എന്ന സംശയവും പോലീസിനുണ്ട്. റെയിൽവേ പോലീസ്, RPF, മധുര റെയിൽവേ ക്രൈംബ്രാഞ്ച് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.